ഇന്നത്തെ വീഡിയോയിലേ ബൊഗേൻവില്ല എങ്ങനെയാണ് നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാം. ഇപ്പം നല്ല വേനലൊക്കെ തുടങ്ങുകയല്ലേ, അപ്പോൾ ഇനി നല്ലോണം ബൊഗേൻവില്ല പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെടി പ്രൂൺ ചെയ്യുക, അതിൻ്റെ വളപ്രയോഗം, അതിൻ്റെ റിസൾട്ട്, ഇതെല്ലാം നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇത് ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ബൊഗേൻവില്ലയാണ്. അതായത് നല്ല മഴക്കാലത്ത് നമ്മൾ നന്നായിട്ട് വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് സോഫ്റ്റ് പ്രൂണിങ് ആണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് പൂവിട്ടിട്ടുള്ള ബൊഗേൻവില്ലയാണ്. അപ്പോൾ അതിൻ്റെ അന്ന് ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെയൊക്കെ നോട്ട്സിൽ കണ്ട് അതിൻ്റെയൊക്കെ തുമ്പത്ത് പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇപ്പോൾ പ്രൂൺ ചെയ്യണില്ല. പൂക്കൾ വരാത്ത ഭാഗങ്ങളിൽ മാത്രമാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇലകളാണ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇലകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്തിരി വളമിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് അത് ഫ്ലവറിങ് വരണേന്നിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇലകൾ കട്ട് ചെയ്യാം. ഇതുപോലെ എല്ലാ ഇലകളും കട്ട് ചെയ്തിട്ട് ഒറ്റ ഇലകൾ പോലും ഇല്ലാത്ത രീതിയിൽ നമ്മളിതിനെ മാറ്റിയെടുക്കണം. വെള്ളത്തിൻ്റെ ആവശ്യം കുറവുള്ളൊരു ചെടിയല്ലേ. നമ്മൾ ഇല ഉണ്ടായി കഴിഞ്ഞാൽ പൂക്കൾ വരാനായിട്ട് കുറച്ച് താമസം എടുക്കും. ഇലയാണ് അതിൻ്റെ കൂടുതലും വലിച്ചെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വളമിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഇലകളും ഇതൊക്കെയാണ് വരും. അപ്പോൾ ഇല കട്ട് ചെയ്ത് കളഞ്ഞാൽ പൂക്കൾ മാത്രമായിട്ട് വരും. അപ്പോൾ ഞാനിത് മൊത്തം ഈ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഇലകൾ മുഴുവൻ കട്ട് ചെയ്തിട്ടേ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇലകൾ ഒരുവിധം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ വലിയ കമ്പുകളൊക്കെ ഞാനൊന്നിങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഷേപ്പ് പോലെ ഉണ്ടാവാനായിട്ട്. ഇനി നമുക്കതിൻ്റെ കടക്കിലെ ഇലകൾ മാറ്റിയിട്ട് അതിൽ ഇത്തിരി വളമിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഇലയൊക്കെ കടക്കിൽ നിന്നൊന്ന് മാറ്റിയിട്ടിട്ട് പിന്നീട് വളമിട്ട് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഇല കോരിയിടാം കേട്ടോ, ഒരു പൊത പോലെ ഇട്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയണത് ഇത്തിരി മണലും കൂടി വേണം. ഇപ്പോൾ ചാണകവും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇടുന്നുണ്ടെങ്കിലും ഇത്തിരി മണ്ണിൻ്റെ കൂടെ നമ്മൾ ഈ മണൽ കണ്ടന്റ് ഉള്ളത് കണ്ട് ഇങ്ങനെ ഒലർന്ന് നിൽക്കുന്നുണ്ട്. ഈ മണ്ണിങ്ങനെ ചെളി ഉണ്ടാവില്ല, നനച്ച് കഴിഞ്ഞാലും നമുക്കതിങ്ങനെ ഈസി ആയിട്ട് കൈ കൊണ്ടാവുമ്പോൾ അതിങ്ങനെ തരി പോലെ വിടും. അപ്പോൾ അതുപോലെയുള്ള മണ്ണാണെങ്കിലാണ് ഏത് ചെടിയും ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ മണ്ണ് അതിൻ്റെ ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത്തിരി DAP എടുത്തിട്ട് ഇതുപോലെ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറാണ് DAP. അതെടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കിയിട്ട് ഒന്ന് നനച്ച് കൊടുത്താൽ നമ്മുടെ ബൊഗേൻവില്ലയുടെ പ്രൂണിങ്ങും അതിൻ്റെ ഇല കളയിലും എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ് അടുത്ത പൂക്കളായിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാനിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഒരു 5-10 ദിവസം കഴിഞ്ഞിട്ട് പൂവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്.